ഗുഡ് മോർണിംഗ്, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് സ്റ്റഡി ഏഞ്ചൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ ഒരു പ്രോഡക്റ്റീവ് ആൻഡ് അടിപൊളി ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. സോ നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ദിവസം ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നുള്ളത് ഏകദേശം 11 മണി ആ ഒരു ടൈമൊക്കെ മുതലാണ് കേട്ടോ. അപ്പോൾ അതുവരെ എനിക്ക് എന്തായിരുന്നു പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എണീച്ച് കുറച്ച് സമയമൊക്കെ ഉമ്മനെ കിച്ചണിലൊക്കെ ഒന്ന് ഹെൽപ്പൊക്കെ ചെയ്ത് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ജസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയം പത്രമൊക്കെ വായിച്ച് ജസ്റ്റ് ഒന്ന് റെസ്റ്റൊക്കെ എടുത്ത് ഒന്ന് റിലാക്സ് ചെയ്തിട്ടുള്ളൊരു മോർണിംഗ് ആയിരുന്നു കേട്ടോ. അപ്പോൾ എന്നാലും അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇപ്പോൾ മുകളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ പരിപാടികളൊക്കെ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ എന്നാലും ആദ്യം തന്നെ ഞാൻ ജസ്റ്റ് ഈ ഒരു അലോവേറയുടെ ഈ ഒരു ജെല്ലിയൊക്കെ ഒന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അത് എന്നെ തന്നെ ജസ്റ്റ് ഒന്ന് ഞാൻ സെൽഫ് കെയർ ചെയ്യുന്നുണ്ട് എന്ന് തോന്നുമ്പോൾ എനിക്കെൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് വേണ്ടിയിട്ട് ചെയ്ത് തുടങ്ങാനൊക്കെ ഒരു മോട്ടിവേഷൻ തരാറുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ പരിപാടികളൊക്കെ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സോറി, ജസ്റ്റ് ഒന്ന് ബുക്ക് മാറിയതാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ആദ്യത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഒന്ന് പോയിട്ട് ഇന്ന് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഇന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കേണ്ടതുണ്ട്. അപ്പം ആ ഒരു ടു ഡു ലിസ്റ്റിൽ എഴുതിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇല്ലെങ്കിൽ കുറച്ചെങ്കിലൊക്കെ ചെയ്യണമെന്ന്. അപ്പോൾ എന്തായാലും ആദ്യം തന്നെ ഞാൻ കുറച്ച് സമയം ഇരുന്ന് കെമിസ്ട്രി ക്ലാസ് കേട്ടു. അപ്പോഴത്തേക്ക് ഇത് ചെറിയൊരു മഴയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാൻ എൻ്റെ ക്ലീനിങ് പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം ആദ്യം തന്നെ പോയിട്ട് ഫ്ലോറൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ യൂസ് ചെയ്യുന്ന ടോയ്ലറ്റൊക്കെ അടിപൊളിയായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഫ്ലോർ തുടക്കുകയും കൂടെ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും എനിക്ക് അത്യാവശ്യം നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ അടിപൊളിയായിട്ട് ഈ ഒരു ലഞ്ചൊക്കെ കഴിച്ചു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ജസ്റ്റ് വൈകുന്നേരമൊക്കെ ആവാനായ സമയത്ത് ഞാൻ ഇരുന്നിട്ട് എനിക്ക് ഇംഗ്ലീഷ് നോട്ടൊന്ന് എഴുതാനുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും HSS ലൈവൊക്കെ നോക്കി സ്പോട്ടിഫൈ ഒക്കെ ഒന്ന് ജസ്റ്റൊക്കെ ഒന്ന് ഓൺ ആക്കിയിട്ടിട്ട് ഞാൻ ഇങ്ങനെ നോട്ട് എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും അധിക ദിവസങ്ങളിലും എനിക്ക് എന്തെങ്കിലും ലീവുണ്ട്, സ്കൂൾ ലീവ് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ശനി ഞായറും ലീവ് കിട്ടിക്കഴിഞ്ഞാൽ ശനി ഞാൻ നന്നായിട്ട് റെസ്റ്റ് എടുക്കും. കുറച്ച് സമയമൊക്കെ അധികം ഫോണൊക്കെ കണ്ട് അങ്ങനെ ഞാൻ അത്യാവശ്യം നന്നായിട്ട് റിലാക്സ് ചെയ്യാൻ കേട്ടോ ചെയ്യാറുള്ളത്. അപ്പോൾ ഈ ഒരു ദിവസത്തിൽ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, മോർണിംഗിലേ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയൊന്നും പറ്റില്ല, കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. അപ്പോൾ എന്തായാലും അത്യാവശ്യം നല്ലൊരു പ്രൊഡക്റ്റീവ് ഡേ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് നോട്ടൊക്കെ പെട്ടെന്ന് തന്നെ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നിങ്ങളുടെ ഓരോ ദിവസങ്ങളും എങ്ങനെയാണ് പോകുന്നതെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അത്യാവശ്യം നന്നായിട്ട് ടയർഡായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ചായയും ഉള്ളിയോടെയൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ഇന്ന് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്ത കാര്യങ്ങളൊക്കെ ഒന്ന് ടിക്ക് കേട്ടോ. അപ്പോഴത്തേക്കും ഇത് രാത്രി ആവാറായിട്ടുണ്ട്. പിന്നെ ഞാൻ പോയിട്ട് അടുത്ത ദിവസത്തേക്കുള്ള ടൈം ടേബിളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കുറേ ദിവസങ്ങൾക്ക് ശേഷം പ്ലസ് ടു തുടങ്ങിയതിന് ശേഷം ഇത്രയും നേരത്തെ ടൈം ടേബിൾ നോക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പോയിട്ടൊന്ന് അടിപൊളിയായിട്ടൊന്ന് റിലാക്സ് ആയിട്ടൊന്ന് കുളിച്ചൊക്കെ ഒന്ന് വന്നപ്പോഴത്തേക്കും ടൈം കുറേ ആയിട്ടുണ്ടായിരുന്നു. ഏകദേശം 7:50 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എനിക്ക് അടുത്ത ദിവസം ഫിസിക്സ് എക്സാം ഉണ്ട്. ഞങ്ങൾക്കിപ്പോൾ സ്കൂളിൽ എക്സാമുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും അതിന് വേണ്ടിയിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ അതിന് മുന്നേ തന്നെയായിട്ട് ബോട്ടണി നോട്ട് ചെയ്താനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ബോട്ടണി നോട്ട് ചെയ്തതിന് ശേഷം ഫിസിക്സ് പഠിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ബോട്ടണി നോട്ട് എഴുതുന്നത് കണ്ട ഉടനെ തന്നെ എൻ്റെ അനിയൻ വന്നിട്ട് ഓന് മാത്സിൽ കുറച്ച് പ്രോബ്ലംസ് തരാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അങ്ങനെ ഞാൻ അത് കൊടുത്തു. അവനത് കുറച്ച് കഴിയുമ്പോൾ എഴുതും, എന്നിട്ട് എന്നെ കൊണ്ട് ടിക്ക് ഇടിപ്പിക്കും, വീണ്ടും എഴുതിപ്പിക്കും. അങ്ങനെ ഇതിങ്ങനെ റിപ്പീറ്റായിട്ട് ഈ പ്രോസസ്സ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് നിങ്ങൾക്ക് ഇതിനിടയ്ക്ക് ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ എന്തായാലും അവസാനം ഞാൻ അവനോട് ഈ ഒന്ന് പോയി തരുമോ എന്ന് ചോദിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബോട്ടണി എഴുതാൻ വേണ്ടിയിട്ട് കുറേ ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. ഏകദേശം 9 മണി വരെ ഞാൻ ഈ ഒരു ബോട്ടണി അങ്ങനെ നോട്ട് ചെയ്തിട്ട് ഇരിക്കുകയായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഓൻ്റെ ഒരു വരവും. അപ്പോൾ എന്തായാലും അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ പോയിട്ട് ഡിന്നറൊക്കെ കഴിച്ച് സെറ്റായിട്ട് വന്നു. കാരണം അടുത്ത ദിവസത്തേക്കുള്ള ഫിസിക്സ് പഠിക്കാൻ ഇനിയും തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും പിന്നെ ഞാനിത് ഫുഡൊക്കെ കഴിച്ച് വന്നതിന് ശേഷം ഫിസിക്സ് പഠിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. ഫിസിക്സ് പിന്നെ എനിക്ക് 1-2 പേജ് മാത്രമേ വായിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോഴത്തേക്കും എനിക്കിത് ഉറക്കമൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ കിടന്നുറങ്ങി. രാവിലെ നേരത്തെ എണീച്ചതിന് ശേഷം പഠിക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ദിവസം ഞാനിങ്ങനെ വൈകുന്നേരം ഇങ്ങനെ ഉമ്മനോട് പറയായിരുന്നു ഒന്ന് ഇരിക്കാൻ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്നിട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു ദിവസം പിന്നെ ഉറങ്ങാൻ സമയത്ത് ഞാൻ ജസ്റ്റ് ഒന്നിരുന്ന് തിങ്ക് ചെയ്ത സമയത്ത് ഞാൻ വളരെയധികം ഹാപ്പി ആയിരുന്നു കേട്ടോ. കാരണം കുറേ ദിവസങ്ങൾക്ക് ശേഷമായിരുന്നു ഇങ്ങനൊരു നല്ലൊരു പ്രൊഡക്റ്റീവായിട്ട് സമയങ്ങളെ നല്ല രീതിക്ക് തന്നെ യൂസ് ചെയ്തിട്ടുള്ള ഒരു ദിവസം ഉണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ. ശുഭദിനം.